ഹരേ രാമ രാമ ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 യേദാനുഭാവം ജാനുഭാവം മൃതകരകലുഷം ഹൃദകരകലുഷം ബദ്ധപത്മാസനസ്ഥം സനസ്തം പീതം വേദം വാസോവസാനം വാസോപസാനം നവകമലദളാസ്പർദ്ധി ത്രം പ്രസന്നം നവകമലദളാസ്പർദ്ധി വാമാങ്കാരൂഢ സീതാമുഖകമലമിളല്ലോചനം സീതാമുഖകമലലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം അലങ്കാരഭൂഷണം ദതതമൊരു ജടാമണ്ഡലം രാമചന്ദ്രം രാമചന്ദ്രം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. നാരദ സമാഗമം. എങ്കിലൊരു ദിനം ദാശരഥീരാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാകാമുകൻ രാഘവൻ അങ്കജ നാശന വന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ടന്തപ്പുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലദള ലോല വിലോചനൻ നീലോപലാപൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ട വെഞ്ചാമരം കൊണ്ടു പത്നിയാൽ വീജിതനായി ആയ അതികോമളൻ ബാലനിശാകര ബാലദേശേലസൻ മാലേയ പങ്കജമലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിപ കൗസ്തുഭകന്ധരൻ ബാലേയ സമാനനയ സമം ലീലയാ താമ്പൂല ചർവണാദ്യൈരതി വേലം വിനോദിച്ചിരുന്നരുളും നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകം അപ്പോൾ അലങ്കരിച്ചിടിനാൻ മുക്തശരചന്ദ്രതുല്യ തേജസ്സോടും ശുദ്ധസ്ഫടിക സങ്കാശ ശരീരനായി സത്വരമമ്പരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാൽ അവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പാദ്യാസനാജ ആജമനീയാർഘ്യപൂർവക ആദ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താൽ ഇരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം. ശ്രീരാമനാരദ സംവാദം. മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേപദം കരുണാനിധേ സാമ്പ്രതം നാനാ വിഷയസംഘം പൂണ്ടു മേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാനതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യബലോദയം കൊണ്ടു കാൺമാൻ അവകാശവും വന്നിതു പുണ്ടരീകോത്ഭവപുത്ര മഹാമുനെ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ എന്തോ ഒരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പിനെല്ലാമേ യുദ്ധമാകർണ്യ രഘുവരൻ തന്നോട് മുക്തഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സരനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനിന്നെന്നെ മോഹിപ്പിപ്പതിനു നീ സന്തതം ലോകാനുകാരികളായ നീ ചാതുര്യമുള്ള ഒരു വാക്കുകളേറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ മുക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർത്തേണ്ട രഘുപതേ ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തരന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശാചെന്നു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരുണഭൂതനായി സർവ മാതാവായ മായ ഭഗവതി സർവജഗൽപതിയാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിർണയം ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ സംഭവനാദിത്യന ആദിത്യനാന്തമായി ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്ന പദ്യം പുനരാകയാൽ ഒക്കും പറഞ്ഞതു സംസാരി എന്നതും ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ
ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടു സത്യരജസ്കമനോ മനോ മോനോ നാമഗുണത്രയ ഗുണത്രയം യുക്തയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്യങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്തം അതിനില്ല സംശയം. പുത്രമിത്രാർത്ഥങ്ങൾ അത്ര വസ്തുക്കളിൽ സക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ, ലോകത്രയം മഹാഗേഹത്തിനു ഭവാനേകനായൊരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീ ഉമാദേവി ജാനകി സാരസ സംഭവനായതും നീ തവാകാ ഭാരതീ ദേവിയാകുന്നതും ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകിരണൻ നീ രോഹിണി ജാനകി ആദിതേയാധിപൻ നീ ശജീഷ ജാനകി ജാതവേദസ്സു നീ സ്വഹാമഹീസുത അർക്കജന്നീ ദണ്ഡനീതിയും ജാനകി രക്ഷോപരൻ ഭവാൻ താമസി ജാനകി പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി ശക്രദൂതൻ നീ സദാഗരി ജാനകി രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീത രാജരാജൻ നീ വസുന്ധര ജാനകി രാജപ്രവരകുമാര രഘുപതേ രാജീവലോചന രാമാദയാനിതേ രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സ്വർദ്രുമം നീലതാരൂപിണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമാ സൽഗുണവാരിതേ യാതൊന്നു പുല്ലിംഗവാചനം വേദാന്തവേദ്യ തൽ സർവവുമേവ നീ ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകി ദേവിയും നിങ്ങൾ ഇരുവരും എന്നിയെ മറ്റൊന്നും എങ്ങുമേ കണ്ടില്ല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചു കൊള്ളൂ ജഗൽപതേ മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനം അവ്യാകൃതമായതും പിന്നെ അതിങ്കൽ നിന്നുണ്ടായി മഹത്വത്വം എന്നതിങ്കൽ നിന്നുണ്ടായി ഈ സൂത്രവും സർവാത്മകമായ ലിംഗം അതിങ്കൽ നിന്നു ഉർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണ ഇന്ദ്രിയജാലയ സംയുക്തമായൊന്നല്ലോ ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതെ അനാദ്യ വിദ്യാഖ്യേ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തത്തിനുള്ള ഒരു ഉപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂനനാം വരൻ തദ്വിയുക്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബബോധനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം വരൻ പരമാത്മാവു രാജീവലോചനാകുന്ന നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി വരുന്നിതോ ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളെത്ര ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നത് ഒക്കെയാർക്കും ഇതോ കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനും രഞ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരുമ്പോ ഭയമൃത്യു ദുഃഖാദികൾ തൊൽക്കഥാ നാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും തൊൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ തൊൽബോധവും മനക്കാമ്പിൽ ഉദിച്ചിടും ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ല ഒരു സംശയം തൊൽഭക്ത വൃത്യന്മാരിലേഖനെ അല്പജ്ഞനാം എന്നെയും കരുതേണമേ മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗൽനായക നിത്യം അനുഗ്രഹിക്കണമേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ തന്നാഭിപങ്കജത്തിങ്കൽ നിന്നേകത മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോർ എന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ ആനന്ദ ബാഷ്പ പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽഭവസംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനാം എന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോരോ ഭവാന് ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം
ചെയ്യുമാറൊന്നൊരുമ്പെട്ടിരിക്കുന്നതോ നീയും അതിനനുകൂലനായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുകെന്നോടു സത്വരം ചെന്ന് പറകന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്തൃതനായി വരും. ഇത്തരം നാരദൻ ചെന്നതു കേട്ടതിനുത്തരം ചെയ്തിതു രാഘവൻ. സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടാക ഇതുമൂലം. കാലവിളംബനമെന്തിനെന്നല്ലല്ലേ മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരാബ്ധ കർമ്മഫലൗഘക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ. കാരണമാത്രം പുരുഷ പ്രയാസ എന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളികലോചനൻ പാദങ്ങൾ തന്നാണേ. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോട് വാണിയിടുവൻ നിന്നാൽ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതിദാനായ നാശം വരുത്തുവാൻ സത്യം ഇതെന്നരുൾ ചെയ്തു രഘുപതി. ചിത്തപ്രമോദേന നാരദൻ അന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു. വേഗേന നണ്ട നമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രനനിശ്ചയം കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാനാദരാൽ. നാരദ രാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനും മുക്തി ലഭിക്കും, അതിനില്ല സംശയം. ശേഷം ഇന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ശ്രീരാമാഭിഷേകാരംഭം. എങ്കിലോ രാജാ ദശരഥനെ കഥ സങ്കിലതാനന്ദമമ്മാറിയിരിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നത് എപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർ കണ്ടകതാരിൽ ആനന്ദം, അതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പ്രതിപരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചിതിപ്പോഴതങ്ങനെയെങ്കിലും ഉൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. ഈ പ്രജകൾക്കനുരാഗം അവങ്കലുണ്ടെപ്പോഴും ഏറ്റമതോർത്തു കണ്ടീലയോ. വന്നീല മാതുരനെ കാൺമതിനേറെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തം അടുത്ത ദിനം തന്നെ. പുണ്യം അതീവ പുഷ്യം നല്ല നക്ഷത്രം, എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലിനി. ഒന്നുകൊണ്ടും അതു നിർണയം മാനസേ. എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്ന് തന്നെ ബദ സംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടും അത്യുന്നതം ഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്കതിക്കുകളൊക്കെ മുഴങ്ങവേ. മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠൻ അരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമെളിമയായി നാളിക നേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രരും അന്നേരം വന്ദിച്ചു ചെന്നാൻ വസിഷ്ഠനോടാദരാൽ. എന്തൊന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ. ചിത്തെ നിരൂപിച്ച് കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠമുനിയും അരുൾ ചെയ്തു. കേൾക്ക, നാളെ പുലർകാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ 16 പേർ നിൽക്കണം. മത്തഗജത്തെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം നാൽക്കൊമ്പനാരാൽ വരേണം അലങ്കരിച്ചങ്കണേ. ദിവ്യ നാനാതീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങൾ മൂർത്തി വിചിത്രമായി സ്വർണ കലശ സഹസ്രം മലയജ വർണ്ണങ്ങൾ കൊണ്ട് വായ്ക്കെട്ടി വെച്ചിടണം. പുത്തൻ പുലിത്തോൾ വരുത്തുക മുന്നിക ചക്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണിമാല്യ രാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും സൽകൃതന്മാര മുനിജനം വന്നിക. നിൽക്കാ കുശപാണികളായി സഭാന്തികേ നർത്തകിമാരോടും വാരവധൂജനം
നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. ഉർവീശ്വരാങ്കണേ നിന്നു മനോഹരം ഹസ്ത്യശ്വപത്യരഥാതി മഹാബലം വസ്ത്രാദ്യാലങ്കാരമോട് വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ദീഭൂപാലരെയും വരുവാൻ നിയോഗിക്കാം ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി. ഇത്തം സുമന്ത്രരെയും നിയോഗിച്ചതി സത്വരം തേരിൽ കരേറി വസിഷ്ഠനും. ദാശരഥി ഗ്രഹം എത്രയും ഭാസുരം ആശു സന്തോഷേണ സംപ്രാപ്യ സാദരം. വന്നിത് നേരം അറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തി തഥാ ഭഗ്നിയെയും അതിഭക്തിയ രഘുത്തമൻ പൊൽക്കലശസ്ഥിത നിർമ്മലമാരിണ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജ തീർത്ഥവും ഉത്തമാങ്കേ ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു. പുണ്യവാനായ നടിയൻ അതീവ കേളിന്നു പാദോതക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠൻ അരുൾ ചെയ്തു. നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ. ത്വൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പവൈര്യം ധന്യനായിടിനാൻ. ത്വൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതും മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നതു നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതും ഇന്നടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു മോക്ഷതൻ നാനാ ജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലം അത്ര ജനിച്ചതു നിശ്ചയം. ദേവകാര്യാർത്ഥ സിദ്ധാർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിനു മുക്തി സിദ്ധിപ്പാനും ഇത്തം അവതരിച്ചിടിന ശ്രീപദേ. ദേവകാര്യാർത്ഥമതീവ ഗുഹ്യം പുനര ഏവം വെളിച്ചിടാഞ്ഞിതോ ഞാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ച് സാധിക്കമായ മനുഷ്യനായി ശ്രീനിധേ ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനേഷ ഞാൻ. ശിക്ഷിക്ക വേണം ജഗസ്ഥിതാർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ ഓർക്കിൽ പിതॄണാം പിതാമഹനും ഭവാൻ. സർവേഷ്വഗോചരനായി അന്തര്യാമിയായി സർവജഗതന്ത്രവാഹകനായ നീ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പ്രതീതലേ യോഗമായയാ ജാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ. എന്നോടു ദാതാവ് താൻ അരുൾ ചെയ്യുകയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനും മുന്നേ പുരോഹിതനായിരുന്നു മുതാ. ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു. നിന്ദ്യമായുള്ളതു ചെയ്താലൊടുക്കത്തും നന്നായി വരികിലതും പിഴയല്ലോ. ഇന്നു സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇന്നിയും. യോഗേശാദാ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായമാം. ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിൽ ആശയം മായയാ മോഹിപ്പിയായമേ. തൽപ്രസംഗാൽ സർവമുക്തം ഇപ്പോളിതം അപ്രവ്യക്തം മയാ രാമകുത്രജിൽ. രാജാ ദശരഥൻ ചെന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ. ഉണ്ടഭിഷേകം അടുത്ത നാളെന്നതും കണ്ടു ചൊൽവാൻ ഉഴറിപ്പോന്നേനകം. വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവാൻ വൈകാതെ വന്നിടുഷസിനു നീ എന്നരുൾ ചെയ്തു. ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. താതൻ എനിക്ക് അഭിഷേകമെളിമയായി മോദേന ചെയ്യും അടുത്ത നാൾ നിർണയം. തത്ര നിമിത്തമാത്രം ഞാൻ അതിനൊരു കർത്താവു നീ രാജ്യഭോക്താവും നീ അത്രേ. വത്സാമമത്വം ബഹി പ്രാണനായകായി ഉത്സവത്തിനു കോപ്പിട്ടുകൊണ്ടാലും നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം. മത്സരിപ്പാനില്ലതിന്നു നമ്മോടാരും ഇത്തരം ഓരോ നരുൾ ചെയ്തിരിക്കുമ്പോൾ പ്രധീന്ദ്രഗേഹം പ്രവശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു
ചിത്തമോദാൽ അറിയിച്ചു സമസ്തവും. രാജീവ സംഭവ നന്ദനൻ തന്നോടു രാജാ ദശരഥൻ ആനന്ദപൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാൻ ഒരു പുമാൻ. സമ്മോദം ഉൾക്കണ്ടത് കേട്ട നേരത്തു നിർമ്മലയായൊരു മാല്യവും നൽകിനാൾ. കൗസല്യയും തനയാൻ മുതയാർത്ഥമായി കൗതുകമോടു പൂജിച്ചിതു ലക്ഷ്മിയെ. നാദേ മഹാദേവി നീയേ തുണയെന്നു ചേതസി ഭക്ത്യ വണങ്ങി വാണിടിനാൻ. സത്യസന്ധൻ നൃപ വീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമിന്നുമേ കേകേയപുത്രി വശഗതനാകയാൽ ആകുലമുള്ളിൽ വളർന്നിതേറ്റവും. ദുർഗേ ഭഗവതി ദുർഗതി നാശിനി ദുർഗതി നീക്കി തുണച്ചിടുകമ്പികെ. കാമുകനല്ലോ നൃപാപതി ദശരഥൻ കാമിനി കൈകേകി ചിത്തമെന്തീശ്വരാം. നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാം ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാൽ അയോധ്യക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാനാ നാം അവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ദര തന്നെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു. പിന്നെ വിരവോടു കൈകേകിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. പിന്നെ എഴുന്നള്ളാം മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ദരതൻ വദനാന്തരെ വാണിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവിക്രയാം ഗുപ്തയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ദരയെ കണ്ടു കൈകേകിതാനും അവളോടു ചൊല്ലിനാൾ. മന്ദരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തോരു മൂലമലങ്കരിച്ചിടുവാൻ നാളികലോചനനാകിയ രാമനു നാളെ അഭിഷേക ഉണ്ടെന്നു നിർണയം. ദുർഭഗേ മൂടെ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ ഏറിയൊരാപത്തു വന്നെടുത്തു നിനക്കാരും ഒരു ബന്ധമില്ലെന്നു നിർണയം. രാമാഭിഷേകമടുത്ത നാൾ ഉണ്ടടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ. ഇത്തമവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചു സ്ഥാനവും ചെയ്തു കേകേയപുത്രിയും. ചിത്രമായൊരു ജാമീകര നൂപുരം ചിത്തമോദേന നൽകിടിനാളാദരാൾ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കലെന്തൊരു താപമുഖ ഉപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതീനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളും പ്രിയമെന്നുള്ളിലാരുകയുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും. രാമനും കൗസല്യദേവിയെക്കാളെന്നെ പ്രേമമേറും ന്യൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിയുക നീ. നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമനന്ദനൻ. ഇഷ്ടമല്ലാത്തൊരു വാക്കു പറകയിലൊട്ടുമേ ഭേദമവനില്ലൊരിക്കലും. അശ്രാന്തമെന്നെ അത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ഞാനും പ്രീതിപൂർവകം. മൂഢേ നിനക്കെന്തു രാമങ്ങൾ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജന പ്രിയനല്ലോ മമാത്മജൻ നിർവൈര മാനസൻ ശാന്തൻ ദയാപരൻ. കേകേയപുത്രിതൻ വാക്കുകൾ കേട്ടളവാകൂലചേതസ പിന്നെയും ചൊല്ലിനാൾ. പാവേ മഹാഭയ കാരണം കേൾക്ക നീ. ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ. ത്വൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാതുലനെ കാൺമതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചു കൊണ്ടു തന്നെ ഇതും. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കു നിർണയം.
ഭാഗ്യമത്രേ സുമിത്രയ്ക്കെന്നതും കൊണ്ടു നിർഭാഗ്യയായൊരു നീദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യ നന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കുന്നതും വരും. ഭാവിക്കയും വേണ്ട രാജ്യത്വമേതുമേ നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാ ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴുകയിൽ നല്ലോ മരണം അതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ. ഉത്സാഹമുണ്ടോ നിനക്കെങ്കിൽ ഇക്കാലം സുതൻ തന്നെ വാഴിക്കും നരവരൻ. രാമനീരേഴാണ്ടു കാനനവാസവും ഭൂപാലാജ്ഞയാ ചെയ്യുമാറാകണം. നാടടക്കം ഭരതന്നു വരൂ മതി. പ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിൽ അതിനൊരു ഉപായവും പ്രാണാസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്ഥിക്കയാൽ മന്നവൻ ജാപബാണങ്ങളും കൈക്കൊണ്ടു തന്നെ സൈന്യസമം തേരിലേറിനാൻ. നിന്നോടുകൂടവേ വിണ്ണീലകമ്പുക്കു സന്നദ്ധനായി ചെന്നു സുരനോട് ഏറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകിലം പോരിലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യാധരണ്യനീം. ചിത്രമത്രേ പതി പ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിയുവോളം അങ്ങനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്തു ഭൃത്തീന്ദ്രനും യുദ്ധ നിവൃത്തനായൊരു ദശാന്തരെ. നിൻതൊഴിൽ കണ്ടതി സന്തോഷം ഉൾക്കൊണ്ടു ചെന്തളേർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും. നിഞ്ചരിതം നന്നു നിരൂപിച്ചാൽ രണ്ടുവരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതുമൂലം വരിച്ചു കൊണ്ടാലും നീ. ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിടിനാൻ. രക്തമായൊരു വരദ്വയം സാദരം നൃത്തം ഭവതി മയാ നൃപതീശ്വര. ഞാനൊരവസരത്തിങ്കലപേക്ഷിച്ചാൽ നൂനം വരാതെ തരികന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. ഞാനും മറന്നു കിടന്നിതു മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയാം. ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവേശ്യ കോപേന കിടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭ പൂണ്ടൊരു കൂന്തലഴിച്ചിട്ടു ഭൂമേനിയും പൊടി കൊണ്ടണിഞ്ഞിഹ ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും. കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു അർത്ഥിച്ചുകൊൾ വരദ്വയം ഭൂപതി. സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം. മന്ദര ചെന്ന പോലെ അതിനേതുമൊരന്തരം കൂടാതെ ചെന്നു കൈകേകിയും. പഥ്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന ഗോപാലയം മേവിനാൾ. കൈകേകി മന്ദരയോടു ചൊന്നാളിനി രാഘവൻ കാനനത്തിനു പോവോളവും ഞാനിവിടെ കിടന്നിടുവനല്ലായിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപതി പ്രാണാർത്ഥമിന്നു ഭരതനു ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങൾ അതിനില്ല സംശയം. ഏതും ഒരിളക്കം വരായിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൽ മന്ദര. പിന്നെ ഔവണ്ണം അനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായേറ്റം ദയാന്വിതനായി ഗുണാചാരസംയുക്തനായി നീതിജ്ഞനായി ദേശിക വാക്യസ്ഥിതനായി ആശയാശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നിരിക്കലും ദുഷ്ടസംഗം കൊണ്ടു
കാലാന്തരത്തിനാൽ സജ്ജന നിന്ദനായി വന്നുകൂടും നൃടം ദുർജന സംസർഗമേറ്റ മകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനേകതാൽ പങ്കനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രവൃതികളോടും പറഞ്ഞുകൊണ്ടന്തപുരമകം ബുക്കരുളിടിനാൻ. അന്നേരമാത്മപ്രിയതമനാകിയ തന്നുടെ പത്നിയെ കാണായിക കാരണം എത്രയും വിഫലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചിതീദൃശം. മന്ദിരം തന്നിൽ താൻ ചെന്നു നോക്കും വിധവും മന്ദസ്മിതം ചെയ്തരികെ വരുംപുര സുന്ദരിയാമവളെങ്ങുപോയിനാൾ മന്ദമാകുന്നതു മാനസാം ചൊല്ലുവൻ ദാസികളെ ഭവൽ സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൽ. ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാൻ. ക്രോധാലയം പ്രവേശിച്ചതിന്മൂലമേതുമറിഞ്ഞീല ഞങ്ങളോ മന്നവ. തത്ര ഗത്വാ നിന്തിരുവടി ദേവി തൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം. മന്ദമന്ദം തലോടി പ്രിയേ സുന്ദരി എന്തിന്തു വല്ലഭേ നാഥേ വെറും നിലത്തുള്ള പൊടി അണിഞ്ഞാതങ്കമോടു കിടക്കുന്നതെന്തു നീ ചേതോവിമോഹനരൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്നോടു ചൊൽകടോ. മൽപ്രജാവൃന്ദമായുള്ളവരാരുമോ വിപ്രിയം ജൊയ്കയുമില്ല നിനക്കടോ. നാരികളോ നരന്മാരോ ഭവതിയോടാരൊരു വിപ്രിയം ചെയ്തതു വല്ലഭേ. ദണ്ഡനെന്നാകിലും വദ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ. നിർധനനെത്രയുമിഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥാപതിയാക്കി വൈപ്പനവനെ ഞാൻ. അർത്ഥവാനാറ്റ മാനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവരൻ എന്നും അവനെ ഞാൻ. വധ്യനെ നൂനമവധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടാമവധ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം മാനിനി ഖേദിപ്പതിനെന്തു കാരണം. മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കു മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ. അങ്കനാരത്നമേ ചൊൽവെണ്ടവഹിതമിങ്ങനെ ഖേദിപ്പകായിക മാം വല്ലഭേ. ഇത്തൻ ദശരഥൻ കൈകേകി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുത്ഥാനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദം മുര ചെയ്താൾ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നുടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവാം. എങ്കിലോ പണ്ടു സുരാസുരയോധേന സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ടചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ. വച്ചിരിക്കുന്നതു ഭവാങ്കലു രണ്ടു നിശ്ചയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാൻ ഇന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരെ കാലം 14 വത്സരം വാഴണം. മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനെ ആക്കണം. രാമനുഷസി വനത്തിനു പോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകുകയിന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈകേകി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ
വജ്രമേറ്റദ്രി പതിച്ച പോലെ ഭുവി സജ്വരശ്ചേതസ വീണിതു ഭൂപനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ. ദുസ്സഹ വാക്കുകൾ കേൾക്കയാലെന്തയ്യോ ദുസ്വപ്നമാകന്ത കാൺകയോ ഞാനികാം ചിത്തഭ്രമം ബലാൽ ഉണ്ടാകയോ മമ മൃത്യു സമയമുപസ്ഥിതമാകയോ കിം 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 കിമേ മൽകൃതം ശങ്കര ദൈവമേ പങ്കജലോചനാഹ പരബ്രഹ്മമേ വ്യാക്രിയെ പോലെ സമീപെ വസിക്കുന്ന മൂർഖമതിയായ കൈകേകി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തേവമരുൾ ചെയ്തു. എന്തിവണ്ണം പറയുന്നു ഭദ്രേ നീ എന്തു നിന്നോടു പിഴച്ചതു രാഘവൻ മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ചെയ്വതിനെന്തു കാരണം? എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. എന്നെയും കൗസല്യദേവിയെയും അവൻ തന്നുള്ളിലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം? നിന്നുടെ പുത്രനും രാജ്യം തരാമല്ലോ. ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ? രാമനാലേതും ഭയം നിനക്കുണ്ടായക ഭൂമിപതിയായി പരേതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളും ചുമപ്പിച്ചു കൈകേകിയും ധാത്രിപതീശ്വരനോടു ചൊല്ലിടിനാൻ. ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ? ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരുമ സത്യവാക്യങ്ങൾ ചൊല്ലിടിനാൻ. പങ്കജനേത്രനാം രാമൻ ഉഷസിനു ശങ്കാവിഹീനം വനത്തിനു പോകായിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവിൻ. മന്നവൻ മുൻപിൽ നിന്നില്ലൊരു സംശയം. സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ എത്രയും എന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതിയുണ്ടാകേണ്ടാം. രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃഥ മിഥ്യയാക്കിയിടല. കൈകേകി തന്നെ നിർബന്ധവാക്യവും രാഘവനോടു യോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖ സമുദ്രേ നിമഗ്നനായി സന്താപമോടു മോഹിച്ചു വീണിടിനാൻ. പിന്നെ ഉണർന്നിരുന്നും ഇടന്നും മകൻ തന്നെയോർത്തു കരഞ്ഞും പറഞ്ഞും സദാ രാമേതി പ്രലാപേന യാമിനി പോയിതു വത്സരതുല്യമായി. ചെന്നോരരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യ സ്തുതി ജയ ശബ്ദേന സംഗീതഭേദങ്ങൾ എന്നിവറ്റെ കൊണ്ടും ഉണർത്തിയിടിനാൻ അന്നേരം. ഉള്ളിലുണ്ടായ കോപേന കൈകേകിയും ക്ഷിപ്രവരെ നിർവാരണം ചെയ്താൽ വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും. അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപൂരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമി വൃഷളാദി ജനങ്ങളും താപസവർഗവും കന്യകാ വൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റ കുടതഴ ചാമരം താലവൃന്ദം കൊടി തോരണം ചാമീകരാഭരണാദ്യ അലങ്കാരവും വാരണാവാജി രഥങ്ങൾ പാദാദിയും നാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യ സിംഹാസനം ഹേമകുംഭങ്ങളും ചാതുല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാർ. ശ്രീബാലവൃദ്ധാവതി പുരവാസികളാബദ്ധ കൗതൂകലാബ്ധ ആപ്തി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ആനന്ദത്തോടുമേവിനാൻ. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്നകിരീടമണിഞ്ഞതി രമ്യ
മകരായുധൻ മണികുണ്ടല സന്മുക്ത ശോഭിതാഗന്ധ തലങ്ങളും പുണ്ടരീകച്ഛതാലോചന ഭംഗിയും പുണ്ടരീകാരാതി മണ്ഡലതുണ്ടവും ചന്ദ്രികാസുന്ദര മന്ദസ്മിതാഭയും കുന്ദ മുകുള സമാന ദന്തങ്ങളും ബന്ധുക സുൻസൂന സമാനാധരാഭയും കന്ദരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം ഇരുമാറുമുദരവും സന്ധ്യാപ്രസന്നിപീതാംബരാഭയും പൂഞ്ചേലമീതെ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും ധനുമധ്യവും കുംഭികുലോത്തമൻ തുമ്പിക്കരം കണ്ടു കുമ്പിട്ടു കൂപ്പിയിടും മൂരുകാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തകാസന്നിഭ ജാനുവും മമ്പോജ നിഷാംഗ ഭജംഗവും കമ്പം കലർന്നു പ്രമരനും കുമ്പിടുന്നോരു പുറവടി ശോഭയും അംഭോജ തുല്യമമം ശ്രീതലങ്ങളും ജമ്പാരി രത്നം തൊഴും തിരുമേനിയും ധാരകടക വലയാങ്കുലിയാദി ചാരുതരാഭരണാവലിയും പൂണ്ടു വാരണവീരൻ കഴുത്തിൽ തിറത്തോടു ഗൗരാതവത്രം ധരിച്ചരികെ നിജാം ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസനാം രാമചന്ദ്രൻ മുത കാണായി വരുന്നു നമുക്കിനി എന്നിതം മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ ബദാ നിർണയം രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു ചീർത്ത വിഷാദമോടൗത്സുക്യ ഉൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും വാർത്താനന്ദപൂർണാമൃതാബ്ധിയിൽ വീണു മുഴുകയും പിന്നെയും പൊങ്ങിയും വാണിടിനാൻ പുരവാസികളാദരാൽ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ വിഭോ നമസ്തേ രാമ 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 നമസ്തേ വിഷ്ണു രാമ രാമ നമസ്തേ രാമായണ നമസ്തേ സമസ്തമപരാധം ക്ഷമസ്വ ജഗൽപദേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.